നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ ഏഞ്ചലിയുടെ MD ഡേവിഡും അബിയും തമ്മിൽ കണ്ടുമുട്ടി സംസാരിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, അതെ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യം ഇപ്പൊ നവ്യ അറിയാൻ പാടില്ല. ഇനി നമ്മൾ പിന്നൊരു ദിവസം കണ്ടുമുട്ടും, അത് നവ്യയുടെ റെക്കമെൻഡേഷനോടെ അവിടുന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം, തന്റെ അവസ്ഥയ്ക്ക് എനിക്ക് നന്നായിട്ടറിയാം. താൻ കൂടെ കൂടിക്കോ. തനിക്ക് എന്തായാലും കമ്പനിയിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് നവ്യ റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന സ്ഥാനമായിരിക്കണം. അബിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും അബി പറഞ്ഞു, സാറിന് അറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ, എനിക്കെല്ലാം അറിയാടോ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ പറയുന്ന നവ്യക്ക് പോലും വലിയ തുക പ്രതിഫലം കൊടുത്തിട്ടാണ് ഞങ്ങള് കമ്പനിയുടെ പരസ്യ മോഡലായിട്ട് നിയമിച്ചിരിക്കുന്നത്. മറ്റുള്ള കമ്പനിക്കാർ കൊടുക്കാത്തത്ര തുക കൊടുക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിട്ട് അറിയാലോ. കാരണം ഇപ്പോഴത്തെ മൂർത്തി ജ്വല്ലയുടെ പ്രതാപമൊക്കെ പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുക. ഇനി അത് ബാക്കിയും കൂടെ തകർന്ന് തരിപ്പണമാവും. ആദർശായിരുന്നു ഇത്രയും നാളും കമ്പനിയുടെ MD. പക്ഷെ ആദർശിന്റെ സ്ഥാനത്തേക്ക് അനിയല്ലേ വരാൻ പോകുന്നത്. അവൻ ഈ പറയുന്ന കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് കമ്പനിയെ താർക്കാനായിട്ട് എളുപ്പമാണ്. താൻ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കുടിക്കൂ. തനിക്ക് അവിടെ നല്ലൊരു സ്ഥാനം ഉണ്ടാകും. തന്റെ പ്രതാപം തിരികെ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടതപ്പം അഭി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാർ. എങ്ങനെയും നന്ദി പറയണമെന്നറിയില്ല. സാരമില്ല, അതൊക്കെ കുറിച്ചൊന്നും ഇപ്പോൾ ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നീട് പറഞ്ഞു, അതെ, ഒരു നമ്പറുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ അങ്ങോട്ട് കൊടുത്തു. ഇതെൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ലാത്ത നമ്പരാ. ഇതെൻ്റെ പേഴ്സണൽ നമ്പരാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താൻ ഇതിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി സാർ, വിളിക്കാം. അല്ല, എനിക്കൊരു സംശയം. സാർ മാത്രമോ കമ്പനിയുടെ MD ആയിട്ടുള്ളോ, അതോ വേറെ പാർട്ട്നേഴ്സ് വല്ലതും കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ മാത്രമാണ് കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. ശരി സാർ. പിന്നീട് അബിയോട് പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് പിരിഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി പറഞ്ഞു, വേണ്ട സാർ, ഞാൻ കോഫി കുടിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞു. എന്നാൽ ശരി, കാണാതെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോയി കാറിലേക്ക് കയറി. ആ സമയം അഭി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴയാൾ മനസ്സിൽ പറഞ്ഞു, കമ്പനിയുടെ MDയുടെ മകനാ, താൻ അയാളെ ബഹുമാനിക്കേണ്ടതാ. പക്ഷെ ഇപ്പൊ തന്നെ ബഹുമാനിച്ച് അവൻ നിൽക്കുന്നേ. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു ഡേവിഡിന്റെ മനസ്സിൽ. പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഭി വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ജലജ എന്നിട്ട് പറഞ്ഞു, എടാ, നിനക്ക് അധികം ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലെന്നറിയാം. പക്ഷേ എങ്കിൽ ഇപ്പൊ കണ്ടോ, ദൈവം നമ്മുടെ കൂടെയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നീയും എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ദേവേനെ വന്നിട്ട് പറഞ്ഞു, ആദർശം നയനയും പോയതുകൊണ്ട് ചന്തമോൾ ആകെപ്പാടെ വിഷമത്തില. അവള് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക. നീ ഒരു കാര്യം ചെയ്യടാ അബി, അവളെ അങ്ങോട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് പിന്നെ അമ്മായി, നവി ഇവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് ഞാൻ എങ്ങനെയാ മിണ്ടരുത്. നീ മര്യാദയ്ക്ക് പുറത്ത് കൊണ്ടുപോയിക്കണം മോളെ. മോളെ കൊണ്ടുപോയി ഒന്ന് ചുറ്റിയടിച്ച് മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നോണം. മോളെ സന്തോഷിപ്പിക്കണം. നിന്റെ കുഞ്ഞ അറിയാലോ അവള്. അവളുടെ മനസ്സ് വേദനിക്കുന്ന കാണാനായിട്ട് എനിക്ക് പറ്റില്ല. ആദർശം നയനയോടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പൊന്നുപോലെയായിരുന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവൾക്ക് സങ്കടം വന്നു പറഞ്ഞു. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കൂടുതലൊന്നും മിണ്ടരുത്. നീയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടാ, നിന്റെ വീഴ്പ പാവ ആദർശ് ഇപ്പൊ ചുമന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവനൊരു പരാതിയും പരിഭവം പറയണില്ല. എന്നിട്ട് നീ വലിയ ആളായിക്കൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്കുക. കേറിപ്പോടാ, പോയി മോളെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അഭി പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ജലജ പറഞ്ഞു, ഏട്ടത്തി, അവനോട് ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണോടി, നീയോ അവനൊക്കെ കാരണം. നിന്റെ മരുമോളുണ്ടല്ലോ നവ്യ, അവള് ചില സമയത്തെ പറയുന്ന കേട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തേലുമൊക്കെ വിളിച്ചു പറയാനായിട്ട് തോന്നും. നിന്റെ മോനെ അവളങ്ങോട്ട് പുണ്യാളനായിട്ട് എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്ന കാഴ്ച കാണുമ്പോഴത്തേനും എനിക്ക് സഹിക്കില്ല. ഇപ്പോഴാണ്ട് ആദർശ നയനെ ഈ വീട് വിട്ട് പോയിരിക്കുക. ഇതിന്റെയൊക്കെ ദേഷ്യം തീർക്കുന്ന ഞാൻ നിന്റെ മോന്റെ മേത്തായിരിക്കും. അറിയാലോ, ഇനി കിട്ടാൻ പോകുന്ന ഇതിനേക്കാളും കൂടുതലായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ ഇരട്ടിയായിരിക്കും. നിന്നെയൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ കുറെ ചീത്ത പറയാണ്. പിന്നീട് ജലജയും കൂടെ അങ്ങോട്ട് പോയി. ആ സമയത്ത് അബി ചന്തമോളുടെ അടുത്തേക്ക് വന്നു. മോളെ വാ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. പുറത്തു നോക്കി പോയി ചുറ്റിക്കിറങ്ങി അടിച്ചിട്ട് വരാം. ചന്തമോള് പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ചെറിയ അച്ഛനല്ലേ വിളിക്കുന്നേ, വാ, മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കുകയാണ്. അപ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിച്ചു, എടാ, നീ ഇവളെ കൊണ്ട് ഇത് എങ്ങോട്ട് പോകാൻ തുടങ്ങുക? അത് പിന്നെ അമ്മ പുറത്തു കൊണ്ടുപോകണ്ടേ? അമ്മായി പറഞ്ഞു കേട്ടോ. എടാ, നമ്പി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അവളെങ്ങാനും കണ്ടാൽ തീർന്നു. എൻ്റെ അമ്മ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യാതിരുന്നിട്ടുണ്ട് പിന്നെ അത് മതി ഇതിന്റെ പേര് വലിയ ഭൂകമ്പം ഉണ്ടാവാനായിട്ട്. എടാ, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. ഏട്ടത്തിയുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാൻ ഇവളെ കൊണ്ട് പുറത്തു പോയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അമ്മായി സത്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അറിയാലോ, നവിയുടെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞു. അതെ അമ്മേ,
തൽക്കാലത്തേക്ക് ഞാൻ ഇവളെയും കൊണ്ട് പുറത്തു പോവാം, ഞാൻ ഇവളെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബി മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് ജലജ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവേന എവിടെയുണ്ട്. ദേവേന ചോദിച്ചു, എന്തിയടി നിന്റെ മോനെ വിളിക്കടി എന്ന് പറഞ്ഞു. അല്ല, അവനവിടെയുണ്ട്, അവനോട് പറ, മോളെ കൊണ്ട് പുറത്തു പോകാൻ പറ, അവനിപ്പം തന്നെ പോയിക്കോളെന്ന് പറഞ്ഞു. നിനക്ക് എന്താടി ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യം കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. അല്ലടുത്തി എപ്പോഴും എപ്പോഴും മോളെയും കൊണ്ട് ഇങ്ങനെ പുറത്തു പോകാനായിട്ട് അവൻ്റെ ഈ പൈസയൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. പൈസയോ? നിന്റെ മോള് ഭയങ്കര പൈസക്കാരി അല്ലേടി, അവളുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പൈസ തരത്തില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടത്തി, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്താടി, അവൾക്ക് കിട്ടുന്ന വീതത്തിക്കൂട്ട് ഒരു വീതം എന്താണെങ്കിലും അബിക്ക് കൊടുക്കാതിരിക്കില്ല. അപ്പൊ അബിയുടെ പൈസ കാണും, അതവൻ കൊണ്ടേ ചെലവഴിക്കട്ടെ, അവന്റെ സ്വന്തം കുഞ്ഞല്ലേന്ന് ചോദിച്ചു. എന്നാലും ഏട്ടത്തി, നവ്യയുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ലേ? എന്തു കുറച്ചില്? ജോലിയും കൂലില്ലാതെ അവൻ ഇവിടെ ഇരിക്കുമല്ലേടി? അല്ലെങ്കിൽ അവൻ മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് വേണം. ഓ, അവൻ അത് പറ്റില്ലല്ലോ. കിട്ടുന്ന ജോലിയൊക്കെ അവൻ കളയുമല്ലേ ചെയ്യുന്നത്, എവിടെ കയറിയാൽ കട്ടുമുടിപ്പിക്കും. പിന്നെ അവൻ ആര് ജോലി കൊടുക്കാനാടി എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. ജലജയ്ക്കാണ് ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു. ഇപ്പോഴെങ്ങാനും നവ്യ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു അവന്റെ കാര്യം എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. പിന്നീട് ജലജ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അബി മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അബി ചോദിച്ചു, അമ്മേ അവളവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അവള് താഴെ എവിടെയാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇവിളെയും കൊണ്ട് പോകണം, അല്ലെങ്കിൽ പണിയാന്ന് പറഞ്ഞു. എടാ, എത്ര കാലം നീ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കൂ? എനിക്കറിയില്ലമ്മേ, തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ നടത്തിയാൽ മതിയാവുള്ളൂ. അറിയാലോ, അമ്മായി എന്തേലും വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടി തീരും. നീ കാരണം എൻ്റെ അവസ്ഥ കട്ടപ്പൊക്കിയ, നിനക്കറിയാലോ. ഞാൻ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് ജോലി ചെയ്ത് മടുത്തു. കണ്ടില്ലേ എൻ്റെ മുഖമൊക്കെ കരിവാളിച്ചിരിക്കുന്നേ. അപ്പോഴേക്കും അബി പറഞ്ഞു, എൻ്റെ അവസ്ഥയൊട്ടും മോശമല്ല, ഞാൻ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ അമ്മയ്ക്ക്. ഇവിടെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. എടാ, എല്ലാം നീ ഒറ്റയൊരുത്തം കാരണം, നീ കാരണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എൻ്റെ അമ്മേ, നവ്യ എങ്ങാനും ഞാൻ പുറത്തു പോകുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. അത് ഇവളെയും കൊണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകാം. ഒരു കാര്യം ചെയ്യാം, അമ്മ നോക്കണം അവൾ ഇവിടെ ഉണ്ടോന്ന്. എടാ, നീ പോകുന്ന കണ്ടാൽ തീർന്നു, പിന്നെ വരുന്ന കണ്ടാലോ? അമ്മേ, അവള് കാണാതെ എങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് അകത്ത് കയറിക്കോളാം, അല്ലെങ്കിൽ പണിയാവുമെന്ന് പറഞ്ഞു. ഇനി 100 ചോദ്യങ്ങളാ. അത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, എടാ, എന്നെയും കൂടെ എങ്ങനെ ഇരുന്ന് കൊണ്ടുപോടാ. ബെസ്റ്റ്. അമ്മയും കൂടെ ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് വേണം അമ്മായി എന്നെ ചീത്ത പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പുറത്തു പോക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. അത്ര സമയം ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഇവളെയും കൊണ്ട് പുറത്തു പോവുകയാണെങ്കിൽ അത്ര സമയം എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, അതേടാ, നിനക്ക് സമാധാനമുണ്ട്, പക്ഷെ എനിക്ക് സമാധാനമില്ല. എൻ്റെ സമാധാനം പോവുമല്ലോ. നിനക്കിതൊക്കെ പറഞ്ഞാൽ മതി. എൻ്റെ അമ്മ, എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ ഞാൻ ഇവളെ കൊണ്ട് പുറത്തു പോകുന്നത്? അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താന്ന് എന്നും പറഞ്ഞുകൊണ്ട് അബി എന്ത് ചെയ്തു, ചന്തമോളെയും കൊണ്ട് നേരെ താഴേക്ക് വരുവാണ്. അപ്പോഴേക്കും ദേവേനി ചന്തമോളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ദേ ചെറിയച്ഛൻ്റെ കൂടെ പുറത്ത് പോയിട്ട് കേട്ടോ, മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എടാ, കുഞ്ഞിനെ നല്ലവണ്ണം നോക്കിക്കോണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മായി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാൽ മോള് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിലേക്ക് കയറാൻ അങ്ങോട്ട് പോവാണ്. ആ സമയം ജലജ പറഞ്ഞു, ഞാനും കൂടെ പോട്ടെ ഏട്ടത്തിന്ന് ചോദിച്ചു അവരുടെ കൂടെ. എന്തിന്? അല്ല, അത് പിന്നെ അതെ, തൽക്കാലത്തേക്ക് നീ പോണ്ട, നിനക്ക് ഇവിടുന്ന് രക്ഷോട്ട് പോകാനാന്ന് മനസ്സിലായി. ഇവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട്, നീ ഇവിടെ ജോലി ചെയ്താൽ മതി, ഇപ്പൊ തൽക്കാലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമായി. ഇവള് ഈ ദുഷ്ടം ഒന്നിനും സമ്മതിക്കുന്നില്ലോ, തന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തോ ഇവള്. ഒന്ന് പുറത്തു പോയായിരുന്നെങ്കിൽ കുറച്ച് സമയം മൈൻഡ് ഒന്ന് റിലാക്സ് ആയാനും, പക്ഷെ അതിന് സമ്മതിക്കുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ജലജയുടെ മനസ്സിൽ. ആ സമയത്ത് അബി പോയി ചന്തുമോളെ കാറിലേക്ക് കയറ്റി അബിയും കയറാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ നവ്യ കാണുന്നത്. ഇവനിത് അങ്ങോട്ട് പോന്നു. പെട്ടെന്ന് നവ്യ ഓടി ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ജലജയെ ദേവേനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് വന്നിട്ട് അബിന്ന് വിളിക്കുവാണ്. അബി കേട്ടു ആ വിളി വെച്ച ഡ്രൈവറോട് പറഞ്ഞു, പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ വണ്ടി എടുത്തു. അബി അങ്ങോട്ട് പോയി. അബിന്ന് വിളിച്ചുകൊണ്ട് നവ്യ പുറകെ പോയെങ്കിലും അബിയാണെങ്കിലോ വണ്ടി നിർത്താനായിട്ട് പറഞ്ഞതുമില്ല. എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നവ്യക്ക് ദേഷ്യമായി. ഇവൻ എങ്ങോട്ടാ പോയേ എന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. നവ്യക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീട് നവ്യ അകത്തേക്ക് വന്നിട്ട് ജലജയോട് ചോദിച്ചു, അല്ലമ്മേ, അബി എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല മോളെ എങ്ങോട്ടേക്കാന്ന്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അല്ല, നീ തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ? അവനെ വിളിച്ചിട്ട് അവൻ നിന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ആ ചന്തുമോളെ കൊണ്ട് അവൻ എങ്ങോട്ട് പോയതാ? അതിന്റെ ആവശ്യം അവൻ എന്താന്ന് ചോദിച്ചു. അത് കേട്ട് ഇപ്പൊ ദേവേനി പറഞ്ഞു, അതിന്റെ ആവശ്യം അവനുണ്ടായിരിക്കും അല്ലേ?
ചന്തുമോളെ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയതാന്ന് തോന്നോള്. അല്ല അവന് അല്ല ചന്തുമോളെ കൊണ്ടുപോയി അവൻ എന്തിനാ സാധനം മേടിച്ചു കൊടുക്കുന്നേ? അത് അവനോട് തന്നെ നീ ചോദിച്ചാൽ മതിയെന്ന് ദേവേനി പറഞ്ഞു. അപ്പോഴേക്കും നവിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. നവി പറഞ്ഞു ഞാൻ അവനെ വിളിച്ച എന്നിട്ട് അവന് കേൾക്കാത്ത മട്ടി പോയെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ്. അപ്പോഴേക്ക് സ്വിച്ച് ഓഫ് എന്നാ മറുപടി വന്നേ. ഇവിടെ നിന്ന് അവൻ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ദേവേനി പറഞ്ഞു നീ വിളിക്കില്ലെന്ന് കരുതി അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചായിരിക്കും മനഃപൂർവ്വം. ആ സമയം ജലജിയോട് ചോദിച്ചു എന്താ അമ്മ ഇതൊക്കെ? ഞാൻ വിളിച്ചിട്ടാണ് അവൻ നിന്നതും ഇല്ലോ എന്ന് പറഞ്ഞു. എന്റെ മോളെ അവൻ കേട്ട് കാണത്തില്ല. പിന്നെ ആനച്ചെവിയും വെച്ചോണ്ട് അവൻ ഇരിക്കുന്നുണ്ടല്ലോ. അവൻ കേൾക്കാതെ പോവാനായിട്ടോ? വെറുതെ ഞാൻ വിളിച്ചത് കേട്ടിട്ടും അവൻ മൈൻഡ് ചെയ്യാതെ പോയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ചന്തമോൾക്ക് എന്തിനാ അവൻ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നേ? ദേവേനി പറഞ്ഞു അത് അവനോട് ചോദിച്ചു നോക്ക്. ചിലപ്പം അവൻ മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവന് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ നമ്പിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായി. ആ സമയത്ത് ജലജ പതുക്കെ അങ്ങോട്ട് എസ്കേപ്പ് ആവുകയാണ്. ജലജയ്ക്ക് മനസ്സിലായി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി തന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന്. ജലജ പറഞ്ഞു എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോയി. ആ സമയം നവി പറഞ്ഞു അമ്മായി ഈയിടെയായിട്ട് അമ്മയും അതുപോലെ തന്നെ അഭിയെ നന്നായിട്ട് ഇവിടെ ജോലി അയക്കുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു ആയിക്കോട്ടെ, എൻ്റെ മരുമോളും മോനും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി അറിയാലോ, അതിന്റെ ദേഷ്യം മൊത്തം ഞാൻ അവരോട് തീർത്തെന്നിരിക്കും. അതിന് അവര് പോയാന് അവരോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അതെ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടെന്നിരിക്കും എന്ന് പറഞ്ഞു. നവിക്ക് ഇഷ്ടപ്പെട്ടില്ല. നവി പറഞ്ഞു അമ്മായി ഇതിനുള്ള മറുപടി തരാൻ അറിയത്തില്ലാത്തോണ്ടല്ല. നിനക്ക് തരാൻ അറിയാമെങ്കിൽ നീ അങ്ങ് താടി. നിനക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിനും വിളിച്ചോണ്ട് ഈ വീട് വിട്ട് അങ്ങോട്ട് പൊയ്ക്കോ. ഓഹോ അപ്പൊ അതാണ് അമ്മായിയുടെ മനസ്സിൽ ഉദ്ദേശമില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു അതെ എന്താ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് ചോദിച്ചു. പറ്റില്ലേ നീ ഈ വീട് വിട്ട് പോയാൽ മതി, കൂടുതൽ ചോദ്യം പറിച്ചിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനും, ഞാൻ ഈ നവ്യ ആരാ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയത്ത് ആദർശ ക്ഷേത്രത്തിലേക്ക് പോകാനിട്ട് ഒരുങ്ങി വരുവാണ്. അപ്പോഴേക്കും നയന പറഞ്ഞു അല്ല ആദർശൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയത്? സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാനാണല്ലോ നിർബന്ധിക്കാറുള്ളേ. ആദർശ് പറഞ്ഞു അതെ ഇത് മുത്തശ്ശന്റെ ജന്മമാസമാണെന്ന് പറയണ, പിറന്നാള് മാസം ഇതെന്ന് പറഞ്ഞു. ഓ അപ്പൊ അതാണല്ലേ. മുത്തശ്ശന് ദേഷ്യമാണെങ്കിലും കൊച്ചുമോന് ദേഷ്യം ഇല്ലോ എന്ന് പറഞ്ഞു. അതെ മുത്തശ്ശൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ല, മുത്തശ്ശനെ പുറമെ കാണിക്കുന്നുള്ളൂ. മുത്തശ്ശൻ ഒരിക്കലും ഉള്ളിലൊന്നും വെച്ച് എന്തായാലും പെരുമാറത്തൊന്നുമില്ല. മുത്തശ്ശൻ അതിന് സാധിക്കില്ല. എന്നോട് നല്ല സ്നേഹമുണ്ട് മുത്തശ്ശന്, പക്ഷേങ്കിൽ അത് പുറമേ ഒന്നും കാണിക്കാത്താന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അല്ല ആദർശേണ്ട എന്താ അത്ര ഉറപ്പെന്ന് ചോദിച്ചു. എനിക്കറിയാം മുത്തശ്ശന്റെ മനസ്സ് ഞാൻ ശരിക്കും പഠിച്ചു വെച്ചിട്ടുള്ളതാ. ഒരു പക്ഷേ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മാറ്റാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന ചിന്ത മുത്തശ്ശന്റെ മനസ്സിൽ കാണും എന്ന് പറഞ്ഞു. നയനയ്ക്ക് അത്ഭുതമായിരുന്നു. കാരണം ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും ഇത്രയൊക്കെ അകറ്റി നിർത്തിയിട്ടും ആദർശേട്ടൻ ഇപ്പോഴും മുത്തശ്ശനെ സ്നേഹിക്കുന്നുണ്ട്, മുത്തശ്ശന്റെ മനസ്സ് ആദർശേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് മുത്തശ്ശനെ കുടുംബക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തുവാണ്. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കാണ്ട് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊന്നും ഇദ്ദേഹം ശയനപ്രദക്ഷിണം നടത്തി കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അതോ ചെയ്യണം തോന്നി ചെയ്തെന്ന് പറഞ്ഞു. അല്ല തനിക്കറിയാലോ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുക. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം, ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയ കാര്യം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെ പറയണ്ട. മുമ്പ് ഞാൻ ഇവിടുന്ന് അന്നദാനം കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് വീട്ടിലുള്ളവരോട് പറഞ്ഞു. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല സാറേ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു എന്നാൽ ഈ വയ്യാത്ത സമയത്ത് ശയനപ്രദക്ഷിണം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞു വസ്തുരെ നിനക്കറിയാലോ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ, ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, അതെല്ലാം ഒന്ന് മാറണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാ. പോരാത്തിന് വയസ്സും പ്രായമായല്ലേ, ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡം പോലെ ആയിരിക്കും പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട ആളാരെന്നറിയാവോ? ആദർശാണ്. അവനിലാണ് എനിക്ക് പ്രതീക്ഷ. അടുത്ത കാരണവരായിട്ട് വരേണ്ട ആദർശാണ്. പക്ഷെ അവനൊരു തകർച്ച ഉണ്ടായിക്കൂടാ. അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അവന് കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന്. അതിന് ഹെൽപ്പുള്ളവനാണ് അവന്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇപ്പം അവനോടിപ്പോൾ ഇങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു കാരണവശാലും വസുന്ധരെ എൻ്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം നീ ആരോടും പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബം താർന്നു പോകും. ആദർശ്
സത്യങ്ങളൊക്കെ കണ്ടെത്താൻ തിരികെ വീട്ടിലേക്ക് കയറില്ല എന്നൊക്കെ മുത്തശ്ശിക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ സമയത്താണ് ആദർശം നയനയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.